സാധാരണ നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് ഫ്ലഫി ആയിട്ടൊന്നും നമുക്ക് കിട്ടാറില്ല. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത ഓംപ്ലേറ്റ് തയ്യാറാക്കുന്നത് നോക്കാം. ഓംപ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു ഗ്ലാസ് എടുക്കാം. നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിട്ട് കൊടുക്കണം. ഈ കറിവേപ്പില ഒരുപാട് കൂടി പോകരുത്, 2 എണ്ണം എടുത്താൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ചേർത്താൽ മാത്രമേ ഓംപ്ലേറ്റ് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓംപ്ലേറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 70% ശതമാനത്തോളം ഒന്ന് വേവാൻ അനുവദിക്കണം. ടേസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വെളിച്ചെണ്ണ തന്നെയാണ്. അതിങ്ങനെ നമുക്ക് ഈ സൈഡിനൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിന് മുകളിലൂടെയും കുറച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. മുകളിലൂടെ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് വിതറി കൊടുക്കണം. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതങ്ങ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ മടക്കിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നമ്മുടെ മൊത്തം ഓംപ്ലേറ്റ് ഇവിടെ റെഡിയായി. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് മുട്ട ഓംപ്ലേറ്റ് കിട്ടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനിയൊരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.